സോ നമ്മളങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളങ്ങനെ ഇപ്പോൾ വിവേകാനന്ദ പാറയുടെ അതാണ് അതിൻ്റെ കവാടം. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവാകും? അതാണല്ലോ എല്ലാവരുടെയും ഒരു വലിയൊരു ചോദ്യം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രസമാണ്. കോളേജിൽ നിന്ന് നേരെ വന്ന വഴിക്ക് ഇറങ്ങി പെട്ടെന്ന് പോകണമെന്ന് തോന്നി, ആ ഒരു മൈൻഡിൽ ഇറങ്ങിയാണ്. നമ്മളിപ്പോൾ കന്യാകുമാരി എത്തി, തമിഴ്നാട് അറ്റം. സോ ഇവിടുന്ന് ഇപ്പോൾ 4 വട കഴിച്ചിട്ടാണ് 60 രൂപയും. ഓവർ പ്രൈസ് ആണെന്ന് തോന്നണം. എന്തായാലും നമുക്കെടുത്ത് ആ കാഴ്ചകളും കാണാം. എനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്കിങ്ങനെ നടന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഒരു ഇതാക്കാം. വേറെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ടോ ഒന്നുമില്ല. പെട്ടെന്നൊന്ന് വന്നോന്ന് തോന്നി. കോളേജിൽ നിന്ന് തന്നെ കഴിക്കുന്ന നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്തോ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് നോക്കാം. മാർക്കറ്റ് ഏരിയ ഉണ്ട് ഇവിടുത്തെ. വിവേകാനന്ദ പാറയാണ് ആ കാണുന്നത്, റൈറ്റ് സൈഡ് കാണുന്നത്. അങ്ങോട്ട് പോകാനായിട്ടുള്ള ചാർജാണ് 75 രൂപ. നമുക്ക് ഇവിടെ വന്നിട്ട് ഏതായാലും അങ്ങോട്ട് പോവാതിരിക്കാനും പറ്റില്ല. എന്തായാലും കയറി നോക്കാം. ഓക്കെ, ഇവിടെ നൊങ്കൊക്കെ ഉണ്ടല്ലോ, നൊങ്ക് സർബത്ത്, ചായ. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് അങ്ങോട്ട് പോകണേണ്. എവിടെയാണ് പൈസ കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല, നോക്കാം. നമ്മളങ്ങനെ ബോട്ടിൽ കയറാൻ പോകണ്ടോ. 1 ഹവറാണ് നമുക്കുള്ള ടൈം. സോ നമുക്ക് പോകാനുള്ള ബോട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. സോ എക്സൈറ്റഡ്. കുറേ നാളത്തെ ഡ്രീം ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. വളരെ സന്തോഷം. ബോട്ട് കണ്ടിട്ട് എത്ര കണ്ടീഷൻ തോന്നുന്നില്ല. പണിയാവോ? എൻ്റെ അടുത്ത് വെച്ച് കാണാം. ഇവിടെ പിന്നെ AC സൈറ്റ് സീയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം ഒരു പ്രീമിയം പാക്കേജ് ആയിരിക്കും സൈറ്റ് സീയിങ് പറഞ്ഞാൽ. സോ അതിനാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ആവും. നമ്മൾ ഈ ലോക്കൽ എടുത്ത് പോകണതുകൊണ്ട് ഇത് തന്നെ എടുത്ത് കണ്ട് അത് കോസ്റ്റൽ ഏരിയയിൽ കൂടിയൊക്കെ ഒരു യാത്രയാണ്. അത് നല്ല രസമായിരിക്കും. അതിനുള്ള ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. സോ നമ്മൾ ഭയങ്കര ലോ ബഡ്ജറ്റിൽ വന്നേക്കണേ. മാക്സിമം പിടിച്ച് ചിലവാക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. വേറെ ഒന്നുമില്ല, വീടെത്താൻ പറ്റില്ല, അത്രേ ഉള്ളൂ. സോ നമ്മളങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ കാണുന്ന കന്യാകുമാരി ബോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാ. ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ലൈഫിനൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ ഇതിലിപ്പോൾ. സ്വന്തം റിസ്ക് ആണ് ഇതൊക്കെ. ഒരു പേരിന് വേണ്ടി തന്നെയാണ് ഇത് ഇങ്ങനെ ഇടണ്ടെന്നും കൂടി പറഞ്ഞില്ല. എല്ലാവരും ഇത് വെറുതെ തലവെച്ച് ഉറങ്ങണ സാധനം പോലെ ഇട്ടേക്കണേ. നമ്മളങ്ങനെ വിവേകാനന്ദപ്പാറ എത്തിയിട്ടുണ്ട്. വിവേകാനന്ദപ്പാറയിൽ കയറാൻ പോവുകയാണ്. അവിടുത്തെ ബോട്ടിൽ അവിടുത്തെ ഫെറിയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബോട്ട്. അതൊരു റിലാക്സിങ് ഫീൽ ആയിരുന്നു. സോ നമ്മളങ്ങനെ ഇപ്പോൾ വിവേകാനന്ദപ്പാറയുടെ ഇവിടെ വന്നിട്ട് അടുത്ത ടിക്കറ്റ് എടുക്കുന്നുണ്ട്. വലിയ ഇവിടെ 30 രൂപ. ഇവിടെ വന്നിട്ട് ഏതായാലും എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, 30 രൂപ. ഷൂ മിസ്സാകാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറയുന്നുണ്ട്.
ഇവിടെയൊക്കെ ഷൂ ഒക്കെ വെച്ചാലേ നമ്മുടെ ഷൂ മിസ്സായി പോകണ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഊരിയിട്ട് വരെ പൊടിയിട്ട് ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ വെച്ച്. ഇനി പേടിക്കണ്ടല്ലോ. വിവേകാനന്ദ പാറ ഇവിടെ നിന്നാണല്ലേ വിവേകാനന്ദൻ താമസിച്ചത്. ഇവിടേക്ക് വന്നിരിക്കുമ്പോൾ എന്തൊരു നല്ലൊരു ഫീല്. ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണല്ലോ. ഇവിടെയൊക്കെ വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. നിങ്ങൾ ഈ ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് ഇട്ട് നിങ്ങൾ എന്തായാലും നെട്ടു കേട്ടോ. സോ ഞാൻ ലാസ്റ്റ് എൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിസ്സാര പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താം. 120 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാം. 120 അല്ല, 155 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എത്താൻ പറ്റും. ഇത്രയുള്ള കാര്യം. വിവേകാനന്ദ പാറ കാണാൻ വരുമ്പോൾ ഇവിടെ 2 ടെമ്പിൾ ഉണ്ട്. ഒന്ന് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ദേവിയുടെയാണ്. ദേവിയുടെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അതവിടെ ഗ്ലാസ്സിലൊക്കെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനപ്പുറത്താണ് വിവേകാനന്ദൻ്റെ സ്റ്റാച്യു ഉള്ളത്. അത് നമുക്ക് പോയി കാണാം. നമ്മൾ ആ തൊട്ട് ബാക്കിൽ കാണുന്നത് ഇത് തിരുവള്ളൂർ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ആണ്. ചോളാർ രാജവംശത്തിലെ ആരോ ആണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ റിസർച്ചൊന്നും ചെയ്തു വരുന്ന ഒരാളല്ല. എൻ്റെ യാത്രാ രീതി അങ്ങനെയില്ല. പോകുന്ന വഴിയിൽ കിട്ടുന്ന അറിവ് അങ്ങനെ ആ ഒരു വൈബാണ്. സോ അങ്ങനെ പ്രിപ്പയർഡ് ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ല വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് തിരുവള്ളൂർ എന്ന സ്റ്റാച്യു എന്ന് മാത്രം അറിയാം. ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കും. നിങ്ങൾക്ക് എന്തായാലും നോളജ് കിട്ടും. തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യൂവിന് അങ്ങോട്ട് ഇപ്പോൾ എൻട്രി ഇല്ല. അവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട നല്ല നീലക്കടലല്ലേ, ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? നീലക്കടലാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻ ഓഷൻ. നമ്മളിതിൻ്റെ ആ ഒരു സൈഡിൽ പോയിട്ടുണ്ട്. നമ്മൾ ധനുഷ്കോടിയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞതിൻ്റെ കുറേ നാൾ മുമ്പാണ്. അത് നമ്മൾ സ്കൂട്ടറിൽ നടത്തിയ യാത്രയായിരുന്നു. സോ എന്താ പറയുക, ഇവിടെയൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ് ടൈം. മോനെ ഭയങ്കര സന്തോഷം. ഹലോ വിളിച്ച് ഹായ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളൊന്നും ആയിട്ടില്ലെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വിവേകാനന്ദ പാറ. സോ അതിൽ കാണാം. ഇവിടെ വരുമ്പോൾ ഈ ഒരു പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഇതിൽ കൂടി നടക്കണം കേട്ടോ. കാരണം അവിടെയൊക്കെ നടന്ന് ഇത് നശിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ഒരു മാർക്കിൽ കൂടി വരാൻ ശ്രദ്ധിക്കുക. ഇതാണ് അതിൻ്റെ കവാടം. ഇതാണ്ടോ വിവേകാനന്ദ സ്വാമിയുടെ അമ്പലത്തിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ. അദ്ദേഹം ഇവിടെ ഈ ഒരു പാറേൻ്റെ മുകളിൽ മെഡിറ്റേഷന് വേണ്ടി ഇരുന്നതെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു ഓർമ്മക്കായിട്ട് ഒരു മെമ്മോറിയലായിട്ടാണ് ഈ ഒരു അമ്പലം പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ശാരദ ദേവി, ഹോളി മദർ എന്നൊരു ഫോട്ടോ, അതും ചെറിയൊരു പ്രതിഷ്ഠ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. വീഡിയോഗ്രാഫി അലൗഡ് അല്ല. സോ അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കാനൊക്കെ പറ്റുമോ കയറി, പക്ഷേ അത് ശരിയല്ലല്ലോ, എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. എൻ്റെ അടുത്തില്ല, പണ്ടൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. കുറച്ച് റെസ്പോൺസിബിൾ ആകാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എടുത്തില്ല. അത് കുറേ കാണുന്ന മെഡിറ്റേഷൻ ഹോളാണ് കേട്ടോ. അതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് മുറി, ഒരു ഓമിൻ്റെ ഒരു ലോഗോയിൽ ലൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓം എന്നിങ്ങനെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അത് പ്രത്യേക ഒരു ഫീലാണ്. നല്ല കണ്ണടച്ച് നല്ല പീസ്ഫുള്ളായിട്ടിരിക്കുക. അകത്ത് ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ല വെയിലായിട്ടുണ്ട് ഇപ്പോൾ. സോ നിങ്ങൾ വിസിറ്റ് ചെയ്യാനാണെങ്കിൽ രാവിലെ തക്കത്തെ രീതിയിൽ വരിക. സോ നിങ്ങൾ ലോ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഫുഡൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ബഡ്ജറ്റ് ട്രാവൽ ചെയ്യണം മാത്രം പറഞ്ഞാൽ ഫുഡ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ഓരോ ഇൻഡിവിജ്വലും കഴിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഞാൻ കഴിക്കുന്ന പോലെയല്ല നിങ്ങൾ കഴിക്കുന്നത്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതായത് ഇങ്ങനെ ഇവിടം വരെ എങ്ങനെ എത്താം എന്നുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. അതെന്നെ കൊണ്ട് പറ്റുള്ളൂ. ഫുഡിൻ്റെ കാര്യം ഞാൻ കഴിച്ച രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. സോ ഇവിടെ വരാൻ വലിയ ചിലവൊന്നും വേണ്ട. എൻ്റെ ബഡ്ജറ്റ് ഇട്ട് നിങ്ങൾ തെറ്റും, ഉറപ്പാണ്. കണ്ടോ, ഇവിടെ ഫുള്ള് നീല കളറാണ് കേട്ടോ. ഇന്ത്യൻ ഓഷൻ. എവിടെ നോക്കിയാലും ചുറ്റിനും നീലക്കടൽ.
എന്നിട്ട് ഒരു ഫീലുണ്ട് ഇങ്ങനെ നീലക്കടലിങ്ങനെ പതയുന്ന കാണുമ്പോൾ. അവിടെയും അതുപോലെ ഉണ്ട്. അത് കാണാൻ നല്ലൊരു രസമുണ്ടോ. ഞാൻ പറയുന്നു, നിങ്ങൾ വീട്ടിലിരുന്ന് ഇതൊന്ന് കണ്ടിരിക്കരുത്. ഇറങ്ങുക, അധികം പൈസ ഉണ്ടാവില്ല. ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഇറങ്ങണ്ട, ബാക്കിയുള്ളവർക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ചിലവും കാര്യങ്ങളൊന്നും ആവില്ല. ഈ വെയിലത്ത് വന്നിട്ട് ഈ ഒരു ഫീൽ. അപ്പോൾ മോർണിംഗോ ഈവനിങ്ങോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുന്ന് സൺറൈസും സൺസെറ്റും കാണാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നടക്കോ ഇല്ലയെന്ന് അറിയില്ല. പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടില്ല. സ്റ്റേ ഇവിടെ എങ്ങനെയാണെന്നും അറിയില്ല. നോക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. എല്ലാവരും ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. വെറൈറ്റി പോസിങ് ഈ ഒരു പാറേൻ്റെ മുകളിലാണ് കേട്ടോ വിവേകാനന്ദ താമസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത്. അതിൻ്റെ അകത്ത് ആ ഒരു ടെമ്പിളിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകാനന്ദൻ്റെ അതേപോലെയുള്ളൊരു പ്രതിമയുണ്ട്. ഒരു ഗോൾഡൻ, ഒരു ബ്രൗൺ ഗോൾഡൻ ഒരു ഫിനിഷുള്ളൊരു പ്രതിമയുണ്ട്. അത് ഞാൻ പറഞ്ഞല്ല, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മളത് കാണിച്ചിട്ടില്ല. സോ ഇതിൻ്റെ അകത്ത് അത്രയുള്ളത് കാണാം. പിന്നെ ഇതിൻ്റെ സീലിംഗ് വർക്കൊക്കെ LED ഒക്കെ വെച്ചാൽ ചെയ്തേക്കുന്നത്. തനതായ ഒരു ശൈലി കളയാതെയാണ് മാക്സിമം ട്രൈ ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, കാണാൻ ആ ഒരു ഫീലുണ്ട്. ഓവറായിട്ടുമില്ല, എന്നാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ സ്ഥലം. ഇവിടുത്തെ പ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് 75 രൂപ വാങ്ങി. പിന്നെ ഇവിടെ ബോട്ട് ഇറങ്ങി ഇവിടെ കയറാൻ വേണ്ടിയാണ് ബോട്ടിൽ കയറിയത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും 30 രൂപ ചാർജ് ചെയ്തേക്കിടും. എന്നാൽ പിന്നെ ഇത് അവിടെ വെച്ച് പറയാറുന്നില്ലേ, ആ കൂടത്തി അതും ചാർജ് ചെയ്യാറുന്നില്ലേ. ഇവിടെ വന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി വരുന്നതല്ലേ, അല്ലാതെ ബോട്ടിൻ്റെ റൈഡ് അടിക്കാൻ വേണ്ടി വരുന്നവരല്ലല്ലോ. അതിത്തിരി ഒരിതായിട്ട് തോന്നി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളേതായാലും ബോട്ട് കയറി ഇങ്ങോട്ട് മാത്രമുള്ള ഒരു ബോട്ട്, അതിനവിടെ നിന്ന് 75 രൂപ ചാർജ് ചെയ്ത്. എന്നാൽ പിന്നെ ഇത് കാണാനും കൂടിയുള്ള അത് ആ കൂട്ടത്തിൽ ചാർജ് ചെയ്യാമായിരുന്നു. ഇത്രേ പറയുള്ളൂ. എന്താ പറയുക, റെയിൻ വാട്ടർ റിസർവയർ, എന്താ മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പുവെള്ളം കയറില്ലായിരിക്കും. ഇവിടെ അങ്ങനെ നോർത്തും സൗത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കോമ്പസിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ട്രൂ നോർത്ത്, സൗത്ത് ഈസ്റ്റ് ആംഗിളിലായിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലം വരുന്നത്. നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ദേവീൻ്റെ ഒരു അമ്പലം വരുന്നത്. എന്തായാലും തമിഴ്നാട് ഗവൺമെൻറ് നല്ല റവന്യൂ ഉണ്ടാവട്ടെ ഇവിടെ നിന്ന്. അതായത് ഒരാളുടെ അടുത്തുനിന്ന് 105 രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. അവിടെ ഏകദേശം എത്ര കുറിച്ച് ഉണ്ടാവും, ഒരു ദിവസം എത്ര രൂപ ഉണ്ടാവും, ഒരാഴ്ച എത്ര രൂപ, ഒരു മാസം എത്ര രൂപ ഉണ്ടാവും. ഇതിൽ നിന്ന് നല്ല റവന്യൂ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, കുറ്റം പറയണില്ല, അങ്ങനെ വിചാരിക്കരുത്. നല്ല റവന്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് ഇതുപോലെ കേരളത്തിലും നല്ല നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ സർക്കാർ നല്ല സർവീസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ ഇവിടുത്തെ ഒരു നല്ല സ്ഥലമായിട്ട് ഞാൻ കണ്ടതിൽ ഇത് നല്ല സ്ഥലമായിട്ട് വന്നിട്ട് ഈ ഒരു വിവേകാനന്ദ പാറയിൽ നല്ലൊരു നൈസൊരു വൈബാണ്. ചുറ്റും നീലക്കടൽ, നടുക്കൊരു പാറ. സോ നമ്മളങ്ങനെ വിവേകാനന്ദ പാറയും കണ്ട്. പിന്നെ ദേവി കന്യാകുമാരീൻ്റെ ടെമ്പിളാണ് ഈ കാണുന്നത്. ദേവിയുടെ ടെമ്പിൾ എന്ന് പറയുള്ളൂ, ദേവി കന്യാകുമാരിയുടെ ടെമ്പിളാണിത്. ഇവിടെയാണ് കാൽപാദം പതിഞ്ഞേക്കുന്നത്. അതൊക്കെ നമുക്ക് നേരിട്ട് കയറി കാണാമെന്നാണ്, പക്ഷേ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. സോ നേരിട്ട് വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണതാണ്. നമുക്ക് ഇനി നേരെ ബോട്ടിൽ കയറിയിട്ട് ഫെറിയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മഴവെള്ളം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് മഴവെള്ള സംഭരണി. നമ്മളിപ്പോൾ നടക്കുന്നത് ബോട്ട് കയറാൻ നിൽക്കുന്നതിൻ്റെ ഒരു ഇതിലുണ്ടോ. നമ്മളങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, എക്സ്പീരിയൻസ് നേടുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. അത്രയും
പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് എത്ര രൂപ ചിലവാകും? അതാണല്ലോ എല്ലാവരുടെയും ഒരു വലിയൊരു ചോദ്യം. എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്തുനിന്ന് കയറി, എറണാകുളത്തുനിന്ന് ജനറൽ ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരം വരെ, അത് 80 രൂപയാണ് ചാർജ് ആയത്. പിന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയാണ് ഞാൻ ഇരുന്ന് ഉറങ്ങിയത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ സേഫ് അല്ല, സ്വന്തം റിസ്കിൽ പോയി ഇരിക്കുക. ഒറ്റയ്ക്ക് വരുന്നവരാണെങ്കിൽ, നിങ്ങൾ ക്യാഷ് ഉള്ളവരാണെങ്കിൽ റൂം എടുത്ത് കിടന്ന് ഉറങ്ങാൻ സുഖമായിട്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി കസേര ഉണ്ടായിരുന്നു, അതിലെൻ്റെ ബാഗൊന്ന് കെട്ടി വെച്ച്, എന്നിട്ട് മടിയിൽ വെച്ചിരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങി. ഉറങ്ങി പോകുമ്പോൾ പോലീസുകാർ വന്ന് വിളിക്കേണ്ടി, ഇരുന്ന് ഉറങ്ങല്ലേ, ഇവിടെ കള്ളന്മാരുള്ളതാണ്, ബാഗ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ സേഫല്ല, അതൊരു കാര്യം. പിന്നെ അവിടെ നിന്നുള്ള ബാക്കി കാര്യം പറഞ്ഞല്ലോ. രാവിലെ 5:15 ട്രെയിനുണ്ട്. 1 സൈഡ് 2 സൈഡ് 360 രൂപ മാത്രമേ ടിക്കറ്റിനാവുന്നുള്ളൂ. പിന്നെ ഫുഡിൻ്റെയൊക്കെ ഞാൻ കഴിച്ച ബിസ്ക്കറ്റൊക്കെ കഴിച്ച്. സോ നിങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് വരിക. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് 4 വട വാങ്ങിയത്. 4 വടക്ക് ഇവിടെ 60 രൂപ ചാർജ് ചെയ്യട്ടോ, അത് കൂടുതലാണെന്ന് തോന്നണം. സോ ഫുഡിൻ്റെ കാര്യമൊക്കെ നിങ്ങളുടെ കയ്യില്ല. അപ്പോൾ 360 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകും ജനറലിൽ, ട്രെയിനിന് വന്നിട്ട്. നമുക്ക് അകത്ത് കയറി നോക്കാം കേട്ടോ. അടുത്ത അമ്പലമാണ്, പറ്റി കയറി നോക്കാം.